സാർ, വിദ്യാർത്ഥികൾക്ക് മേൽ കാൽ കഴുകൽ അടിച്ചേൽപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിപ്ലവ പ്രസ്ഥാനങ്ങൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം തച്ചുടയ്ക്കുന്നു. അതിൽ കൂടുതൽ ഞാൻ പറയണോ സാർ? വേണ്ട വേണ്ട. ഞാൻ റെജി ലൂക്കോസ്, ബഹുമാനായ റെജി ലൂക്കോസ് പറഞ്ഞത് ഞാനും കേട്ടു. അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞേ, ഈ അധ്യാപകരുടെ കാല് വിദ്യാർത്ഥികൾ കഴുകുന്നത് അശ്ലീലമാണ് എന്ന് പറഞ്ഞു. അതായത് ആരുടെയെങ്കിലും കഴുകുന്നത് അശ്ലീലമാണ് എന്ന് ധ്വനി. എനിക്ക് റെജി ലൂക്കോസിനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഈസ്റ്ററിൻ്റെ തലേന്ന് ലോകത്തെമ്പാടുമുള്ള കത്തോലിക്ക പള്ളികളിലെ മതമേലധ്യക്ഷന്മാരും പുരോഹിതരും എല്ലാവരും വിശ്വാസികളുടെ കാല് കഴുകി ചുംബിക്കാറുണ്ട്. യേശുദേവൻ നടത്തിയ മഹായത്നത്തിൻ്റെയും മഹാത്യാഗത്തിൻ്റെയും ഒക്കെ ഒരു സൂചകമായി അവരതിനെ എടുത്ത് കാണുകയാണ്. അതും കാലുകഴുകലായതിൻ്റെ കൊണ്ട് അങ്ങ് അതിനെ അശ്ലീലം എന്ന് വിശേഷിപ്പിക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ കരുതുന്നു. പിന്നെ അധ്യാപകരുടെ കാല് വിദ്യാർത്ഥികൾ കഴുകി അതിൽ അവർ പൂക്കളർപ്പിച്ചുകൊണ്ട് ആദരിക്കുന്നു എന്നത് അശ്ലീലമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ, ബഹുമാന്യനായ റെജി ലൂക്കോസ്, അശ്ലീലം എന്നതുകൊണ്ട് അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. കാരണം എന്താണ് ശ്ലീലം, എന്താണ് അശ്ലീലം എന്നുള്ള കാര്യത്തിൽ അത് എന്തുകൊണ്ടാണ് എന്ന് അങ്ങ് പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. സാറിനോട് ഒരു സെക്കൻഡ്, വേറൊന്നുമല്ല, ഞാൻ അശ്ലീലം എന്ന് പറഞ്ഞ അശ്ലീല ആചാരങ്ങൾ തിരിച്ചുകൊണ്ടിരുന്നാ പറഞ്ഞേ, അല്ലാതെ സാറിനെ പോലെയാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയരുത് ദയവായിട്ട്. കാരണം ശരി സാർ മറുപടി പറയും. ശരി, അതാണെങ്കിൽ അശ്ലീല ആചാരം അങ്ങയുടെ വിശദീകരണം തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കുകയാണ്. അശ്ലീല ആചാരത്തിൽ അശ്ലീലം ഉണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കും, റെജി ലൂക്കോസെ, മരിച്ചു കിടന്ന് പോയ രക്തസാക്ഷിയുടെ അടുത്ത് ചുറ്റി നിന്നിട്ട് നിങ്ങൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമില്ലേ റെജി, ഓർക്കുന്നുണ്ടോ? രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ശുദ്ധ കളവല്ലേ ആ പറയുന്നത്? അയാൾ മരിച്ചു കഴിഞ്ഞു, രക്തസാക്ഷി ആയവൻ. അതിനി ജീവിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ ശാസ്ത്രവാദികളാണ്, ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ആ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സർ ഈ രക്തസാക്ഷി ആയതുകൊണ്ട് അയാൾ മരിക്കില്ല, ഞങ്ങളിലൂടെ ജീവിക്കുമെന്ന് പറയാൻ കഴിയുന്നത്? ഞാൻ ആ ആചാരത്തിനും എതിരല്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലും ബാക്കി സ്ഥലങ്ങളിലും എല്ലാം വിശ്വാസികളാണെങ്കിൽ അവരുടെ മതത്തിൻ്റെ പ്രാർത്ഥനകളുണ്ടായിരിക്കും. ഇപ്പോൾ ഈ റെജി ലൂക്കോസിൻ്റെ സമുദായത്തിലാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ എന്ന വളരെ അർത്ഥഗർഭമായ പ്രാർത്ഥന അവിടെ പാടുന്നത് കേൾക്കാൻ കഴിയും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ അവിടെ പോയിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതാണ് കാണിക്കാറുള്ളത്. അത് അവരുടെ ആചാരമാണ്. ആ ആചാരം അവരായിക്കോട്ടെ. ഈ ആചാരങ്ങളുടെ എല്ലാം യുക്തിയും അതിൻ്റെ സ്നിഗ്ധതയും തേടിപ്പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനാചാരമുള്ളത് രാഷ്ട്രീയ പാർട്ടികളിലാണെന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ലാതെ വരും റെജി. ആചാരങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്നത് ആചാരങ്ങളെ കൊണ്ടുകൂടിയാണ്. അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പമേ വേണ്ട എന്നല്ല അർത്ഥം. അപ്പവും വേണം, മറ്റു പലതും വേണം എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതവും നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പും സാമൂഹികമായ ഒട്ടനവധി ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ ആരുടെയെങ്കിലും അവകാശത്തെ ധ്വംസിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഈ ആചാരങ്ങൾ ഈ നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. ഇത് രണ്ടുമില്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ അനുസരിച്ചിട്ട് ഈ മതപരമാണെങ്കിൽ പോലും ഈ ആചാരം അനുവദനീയമാണ് റെജി. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും തരുന്നൊരു കാര്യമല്ലേ? ആ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ഇതുകൂടിയുണ്ട്. അങ്ങ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു. ആ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കുമാരനാശാൻ എഴുതിയ കവിതയുണ്ട് ഗുരു ആരാണെന്ന് ചോദിച്ചുകൊണ്ട്. അതിലാണ് ഞാൻ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഉദ്ധരിച്ചതാണ്. എന്നാലും അങ്ങ് അപ്പോൾ ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. ആരായുകിൽ അന്ധത്വം ഒഴിച്ച ആദി മഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് കുമാരനാശാനാണ് പറഞ്ഞിരിക്കുന്നത്.
ആ ശ്രീനാരായണ ഗുരു ഇതിനെയൊക്കെ എതിർത്തിരുന്നു എന്ന് അങ്ങ് വെറുതെ പറയരുത്. പിന്നെ അങ്ങ് പറഞ്ഞത് ആരുടെ കാര്യമാണ്? ചാവറ പിതാവിൻ്റെ കാര്യമാണ്. ചാവറ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുപൂജ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ സാക്ഷ്യം പറയുന്നു. തനിക്ക് മുൻപുണ്ടായിട്ടുള്ള എല്ലാ ഗുരുശ്രേഷ്ഠന്മാരെയും ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി കണ്ടിരുന്ന ഒരു മഹാമനീഷിയാണ് അദ്ദേഹം. അദ്ദേഹം ഒന്നും ഈ സംസ്കാരത്തെയോ ഈ പാരമ്പര്യത്തെയോ തള്ളി പറഞ്ഞിട്ടില്ല. അതിനെ തള്ളി പറയാനും കഴിയില്ല. ശിഷ്യന് ഗുരുവിനെ പോലെ ആകുന്നത് മതി എന്നാണ് റെജി ബൈബിളിൽ എഴുതി വച്ചിട്ടുള്ളത്. ആ ഗുരുവിനെ പോലെ ആകുന്നൊരു ശിഷ്യനെ സങ്കല്പിക്കുകയും ആ ശിഷ്യൻ, ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ ഈ 8ാം ക്ലാസ്സിൽ എത്തുന്നത് വരെ എനിക്ക് ഗണിതശാസ്ത്രം വലിയ പ്രശ്നമായിരുന്നു. അപ്പോഴാണ് ദൈവം നിയോഗിച്ച പോലെ 2 അധ്യാപകർ വന്ന്, 2 അധ്യാപികമാർ. ഒരാളുടെ പേര് പുഷ്പം ഡേവിസ്, ടീച്ചർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ബേബി കമലം. ഇവർ 2 പേരും ഈ ഗണിതശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്കും ഗണിതശാസ്ത്രം മനസ്സിലാകുമെന്ന്. ആ ഗണിതശാസ്ത്രം മനസ്സിലാകുന്ന നിമിഷം എനിക്ക് തന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ആനന്ദത്തിൻ്റെ നിമിഷമായിരുന്നു അത്. ആ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾ ടീച്ചർമാരെ കാണുന്ന സമയത്ത് അവരുടെ കാലിൽ നമസ്കരിക്കാറുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോഴും ടീച്ചർ എനിക്ക് വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചേ ഞാൻ ചോദിച്ചില്ല. ഞാൻ പോയിട്ട് ടീച്ചറുടെ പാദത്തിൽ നമസ്കരിക്കും. എന്നെ ഫിലോസഫി പഠിപ്പിച്ച ഒരു ടീച്ചറുണ്ട്, രാജലക്ഷ്മി ടീച്ചർ. എന്നോട് വലിയ വാത്സല്യമാണ് ആ ടീച്ചർക്ക്. ആ ടീച്ചറെ യാദൃച്ഛികമായിട്ട് ഞാൻ BTH വെച്ച് ഒരു യോഗത്തിൻ്റെ നടുക്ക് വെച്ച് കണ്ടപ്പോഴും ഞാൻ ആ പരസ്യമായിട്ട് ആ ടീച്ചറുടെ കാലിൽ നമസ്കരിച്ച് അനുഗ്രഹം തേടി. ഇത് ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. ആ സംസ്കാരത്തേക്ക് അശ്ലീലമാണ് എന്ന് വിധിക്കുന്നത് നമ്മൾ അതിര് കടന്ന ഒരു പദപ്രയോഗമാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊന്നും പറയാതെ ഇനി പുരോഗമനം എന്ന് പറഞ്ഞ് മലയാളി നിങ്ങൾ ഈ കരുതുന്ന രീതിയിൽ പുരോഗമനം കൈവരിച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഈ കരുതുന്ന രീതിയിൽ പുരോഗമനം കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തെയും മതത്തെയും ഒക്കെ നിരാകരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനമാണ് എന്ന് അങ്ങ് സമ്മതിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ചോദിച്ചത് ആ വിളക്കിന് പിന്നിലിരിക്കുന്ന ആളാണോ ഗുരുവായൂരപ്പനെന്ന് ചോദിച്ചു. അത് സത്യത്തിൽ കോടാനുകോടി വിശ്വാസികളെ അവഹേളിക്കുകയാണെന്നുള്ള കാര്യത്തിൽ വല്ല സംശയമുണ്ടോ റിജിക്ക്? പക്ഷേ അതും മലയാളി സഹിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിൽ ദൈവവിരുദ്ധവും മനുഷ്യവിരുദ്ധം എന്നുവരെ പറയാവുന്ന തരത്തിലുള്ള ഒരാശയം മനസ്സിൽ സൂക്ഷിക്കാനും അത് തുറന്നു പറയാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇനി റെജി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ്, ഭരതൻ തൻ്റെ രാജ്യത്തിൻ്റെ മഹിമയെക്കുറിച്ച് രാമനോട് പറയുമ്പോൾ, കർക്കിടകം തുടങ്ങാൻ പോകുന്നു, അതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. രാമൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, മാനിക്കുന്നില്ലയോ ഉണ്ണി നീ ചാർവാക വിപ്രരെ. വള്ളത്തോളിൻ്റെ പരിഭാഷയാണ്. മാനിക്കുന്നില്ലയോ ഉണ്ണി നീ ചാർവാക വിപ്രരെ. ആരാണ് അവർ? ചൊല്ലലും ധർമ്മശാസ്ത്രങ്ങളുണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടപണ്ഡിതർ. അവർ രാജ്യത്തിൻ്റെയും ബാക്കി സദാചാര സംഹിതയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാണ്. അൺകോംപ്രമൈസിങ് മെറ്റീരിയലിസ്റ്റുകളായിരുന്നു. ആ അൺകോംപ്രമൈസിങ് മെറ്റീരിയലിസ്റ്റുകളെ കൂടി ആദരിക്കുന്ന ഒരു സംസ്കാരം ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് റിജി. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധ്യാപകർ. അവരാദരിക്കുന്ന അധ്യാപകരുടെ രാഷ്ട്രീയം വിദ്യാർത്ഥികൾ നോക്കാറില്ല. അവരാദരിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമോ എന്നവർ ചോദിക്കാറില്ല. അവരാദരിക്കുന്ന വിദ്യാർത്ഥി ആ അധ്യാപകരെ അവരവരുടെ മനസ്സിൽ തോന്നുന്ന ഊറിക്കൂടുന്ന സ്നേഹവും ആദരവും കൊണ്ട് ആദരിക്കുന്നതാണ്. ആ സംസ്കാരത്തെ നമ്മൾ അശ്ലീലം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അനാചാരം എന്നും അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ രാജ്യത്തിന് പറ്റിയതല്ല എന്ന രീതിയിലും പരാമർശിക്കുന്നത് ശരിയാണോ എന്ന് റെജി സൗമനസ്യത്തോടെ ആലോചിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ.